ഭഗവാൻ ശിവശങ്കരൻ്റെ കഥ പറയാതെ ഒരു ആത്മീയ പ്രഭാഷണം പൂർത്തിയാവുകയില്ല. ഭസ്മമെല്ലാം വാരിപ്പൂശിയ മനോഹരമായിട്ടുള്ള ദേഹം, ഭഗവാന്റെ മനോഹര രൂപം കണ്ടാൽ ആദ്യം കാണുന്നത് ശരീരമാസകലം ശവഭസ്മം വാരിപ്പൂശിയ മനോഹര ദേഹമാണ്. നശ്വരമായ മനുഷ്യ ജീവിതമാണ് അതിലൂടെ നാം കാണുന്നത്. ആത്മവിദ്യാലയമേ ആത്മവിദ്യാലയമേ മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമോടുവിൽ വഞ്ചിത നടുവിൽ മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമോടുവിൽ വഞ്ചിത നടുവിൽ ആത്മവിദ്യാലയമേ. ആ ചിതാഭസ്മമാണ് ഭഗവാൻ ശിവശങ്കരൻ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്നത്. നശ്വരമായ ജീവിതം. ഒരു ശ്വാസം അകത്തേക്ക് വലിച്ച് പുറത്തേക്ക് പോകും എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതാണ് നമ്മുടെ ഒരു നിമിഷത്തെ ജീവിതം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ജീവിതമാകെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതാണ് ആ ഒരു ഗാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ ശിവശങ്കരൻ്റെ ആ ഭസ്മ ലേപനത്തിലൂടെ. അദ്ദേഹത്തിന് ഒരു വാഹനമുണ്ട്, നന്ദികേശ്വരൻ. നന്ദികേശ്വരൻ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാളയും കലപ്പയും കർഷകനും ഒക്കെ ഒരു നാളിൽ ഈ നാടിൻ്റെ ഐശ്വര്യമായി നിലനിന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. തുമ്പികൾ തമ്പുരു മീട്ടും തൊടികളും ഇമ്പമാർന്നൊഴുകുന്ന പുഴയും പച്ചനൽ പാടവും ഉത്സവമേളവും പാട്ടും കളിയും ചിരിയും. അങ്ങനെയുള്ള ഒരു പള്ളിമണി ദേശമുണ്ടായിരുന്നു. പാട്ടും കളിയും ചിരിയും പുഞ്ചപ്പാടവും പഞ്ചവർണ്ണ കളിയും ഒക്കെ തത്തിക്കളിച്ചിരുന്ന ഒരു നാട്. അതാണ് പ്രപഞ്ചത്തിൻ്റെ തുടി, സ്പന്ദനം. അതറിയാവുന്നവനാണ് കർഷകൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കർഷകന്റെ വേഷം കൂടി ഇട്ടിട്ടുണ്ട്, തുടിയന്റെ വേഷം. ഭഗവാന്റെ വേറൊരു പേരാണ് തുടിയൻ. ഭഗവാന്റെ സ്തുതിയാണ് തിരുമന്ത്രം. തിരുമന്ത്രം വായിച്ചിട്ടുള്ളവർ ഏതാനും ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. തിരുമന്ത്രം തിരുമൂല നായനാറാണ് അത് രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ കൃതിയിൽ നാദ പെരും പറയണേ എന്ന് ശിവനെ സംബോധന ചെയ്തിട്ടുണ്ട്. നാദ പെരും പറയണേ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അത് ഒരു തവണയല്ല, ഒരു 20 തവണയെങ്കിലും അങ്ങനെ ഭഗവാനെ സംബോധന ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? അത് പൊറൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹനശക്തി എന്നാണ് അർത്ഥം. പൊറൈ എന്ന് പറഞ്ഞാൽ സഹനശക്തി, സഹനശക്തി ഉള്ളവനെ എന്നാണ് വിളിച്ചത്. പെരും പൊറയനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വലിയ സഹനശക്തി ഉള്ളവനെ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മിക്കവാറും സമയമൊക്കെ അദ്ദേഹം നല്ല ധ്യാനത്തിലായിരിക്കും, നല്ല സംഗീതാത്മകമായ ആ ഒരു ചുറ്റുപാടിൽ അദ്ദേഹം ഇങ്ങനെ ലയിച്ചിരിക്കും, നാദസ്വരൂപിയായിട്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ വിളിച്ചത് നാദ പെരും പൊറയനെ എന്ന് വിളിച്ചത്. അപ്പോൾ അത്രയും സഹനശക്തി അതൊക്കെ നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കൂ. അതുപോലെ തന്നെ നമുക്കും ഭഗവാനായി മാറാൻ പറ്റും. നാദ തനുമനിശം ശങ്കരം നാദ തനുമനിശം ശങ്കരം നമാമി മേ മനസാ ശിരസാ
നാദ തനുവാണ് ഭഗവാൻ. ശരീരമാസകലം നാദം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. നാദമെന്ന് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ ഏറ്റവും ചെറിയ അംശമാണ്. നാദത്തിൽ നിന്നാണ് സ്വരങ്ങൾ ഉണ്ടാവുന്നത്, സ്വരങ്ങളിൽ നിന്നാണ് രാഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ രാഗങ്ങൾ നമ്മൾ എവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും പാട്ട് കേട്ടുകൊണ്ടിരുന്നതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഗങ്ങളിലാണ്. ആ നാദസ്വരൂപിയായ ഭഗവാനെയാണ് നമ്മളിവിടെ പാട്ടിലൂടെ ആലപിച്ച് കൊണ്ടിരിക്കുന്നത്. ഓംകാരനാദാനു സംധാന മൗഗാനമേ ശങ്കരാഭരണമോ. ഓംകാരനാദത്തെ അനുസന്ധാനം ചെയ്യുന്നവൻ ശങ്കരന്റെ ആഭരണമായി മാറുന്നു. ഓംകാരനാദത്തെ, ഈ സംഗീതത്തെ അനുസന്ധാനം ചെയ്യുക, അതിനെ പിന്തുടർന്ന് പോകുന്നവൻ ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നും പഠിക്കണ്ട, വലിയ വലിയ ആധ്യാത്മിക കാര്യങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ചുമ്മാ സംഗീതം വരസപ്തസ്വര എന്നാണ് പറയുന്നത്. ആ സപ്തസ്വരങ്ങളെയാണ് ഭഗവാൻ എടുത്ത് ആഭരണമാക്കിയിരിക്കുന്നത്, ശങ്കരാഭരണം. നാദത്തിൽ നിന്ന് സ്വരങ്ങളുണ്ടായി, സ്വരങ്ങളിൽ നിന്ന് രാഗങ്ങളുണ്ടായി. സരിഗമപധനി വരസപ്തസ്വര സരിഗമ എന്ന് ഉച്ചരിച്ചാൽ മതി, ഭഗവാൻ അവിടെ വരും. അതാണ് സംഗീതം പഠിച്ചവർക്കുള്ള ഒരു പ്രത്യേകത. അവർ എപ്പോഴും ഈ നാദത്തിൽ ലയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ ക്ഷേത്രത്തിൽ പോയില്ല പോലും നാദത്തെ അനുസന്ധാനം ചെയ്യുന്നതുകൊണ്ട് അവർ ഏത് സമയത്തും ഭഗവാനോട് അടുത്തിരിക്കുകയാണ്, ബ്രഹ്മമായിട്ടുള്ള ഭഗവാനോട്. രാഗത്തിന് തമിഴ് സംഗീതത്തിൽ ഒരു പേരുണ്ട്, പൺ എന്നാണ് പേര്. പൺ. രാഗങ്ങളെ കൈകാര്യം ചെയ്യുന്നവന് മറ്റൊരു പേരുണ്ട്, പാണൻ. പാണൻ രാഗങ്ങളെയാണ് കൈകാര്യം. പാട്ടുന്നു പാടുന്നേ പാണനാര്, പൈപ്പാലി പോലുള്ള നാടൻ പാട്ട്. ഇങ്ങനെയിരിക്കുന്നത് പൈപ്പാല് പോലെ, പശുവിന്റെ പാല് പോലെ, അത്ര മധുരതരം, അത്ര രുചികരം. അതാണ് പൺ അഥവാ രാഗം കൈകാര്യം ചെയ്യുന്നവന്റെ പ്രത്യേകത. വെറുതെ രാഗത്താണ്. സംഗീതം പഠിച്ചാൽ മതി. സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വയം നാദസ്വരൂപിയായിട്ട് മാറും. ദിവസവും സംഗീതത്തെ സാധനം ചെയ്യുക, അതിനെ അനുസന്ധാനം ചെയ്യുക. അങ്ങനെ അനുസന്ധാനം ചെയ്തു കഴിഞ്ഞാൽ ആ നാദത്തിലൂടെ നമ്മൾ ഈശ്വരനെ ഓരോ അംശത്തിലും കണ്ടുകൊണ്ടിരിക്കും. ഓരോ അംശത്തിലും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ വലിയ സാഹിത്യ കൃതികൾ, രാമായണം, ഭാഗവതം തുടങ്ങിയിട്ടുള്ള മഹത് ഗ്രന്ഥങ്ങൾ നമ്മൾ പാരായണം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഇത് മാത്രം പാടിയാണ് ഭഗവാന്റെ അടുത്ത് ചുളുവിലെത്താം. അതാണ് നാദാനു അനുസന്ധാനമേ. ഓംകാരനാദാനു സന്ധാനമോ ഗാനമേ ശങ്കരാഭരണമോ. അങ്ങനെ നമ്മൾ ഈ നാദത്തെ അനുസന്ധാനം ചെയ്യുന്ന ഓരോ വ്യക്തിയും എവിടെയാണ് എത്തിച്ചേരുന്നത്? ഭഗവാനിലാണ്. അപ്പൊ ഭഗവാൻ എവിടെ വരും? സ്വന്തം മുന്നിൽ വരും, നമ്മുടെ ശരീരത്തിൽ കൂടിയുള്ളത്. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. പണ്ട് പാക്കനാർ എന്ന് പറയുന്ന ഒരു ഭക്തൻ, അദ്ദേഹം ഇങ്ങനെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറയുന്ന വലിയ വേദ പണ്ഡിതന്മാരാണ്. അപ്പൊ അവരിങ്ങനെ കാശിക്ക് പോകും. അപ്പൊ പാക്കനാരിങ്ങനെ കുറവും വട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക. അപ്പോ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മറ്റേ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ പറഞ്ഞു,
ഞങ്ങൾ കാശിക്ക് പോകും. ഓ, അങ്ങനെയാണെങ്കിൽ ആ ഗംഗയുടെ പരിസരത്തൂടെ കാണും പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കൊച്ചു വടിയുണ്ട്, ഇതൊന്ന് മുക്കി പരിശുദ്ധമാക്കി കൊണ്ടുവരണം. പിന്നെന്താ, നീ തന്നാ മതി, പാക്കനാരിക്ക് തന്നാ മതി. അങ്ങനെ അവിടെയും വാങ്ങിച്ച് അവർ പോയി ഗംഗയിൽ കൊണ്ട് മുക്കി. വടി കയ്യിൽ നിന്നങ്ങ് പോയി. തിരിച്ചു വന്നു. പാവം പാക്കനാരവിടെ കാത്തു നിൽക്കുക. പരിശുദ്ധമായി കിട്ടിയ ആ വടി കൊണ്ട് ഇനി ജീവിക്കാമല്ലോ, വടിയൊക്കെ കൊണ്ട് ഇങ്ങനെ പോകാമല്ലോ. അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ ഇവർ വെറും കൈയോടെ വരുന്നു. അപ്പോൾ പാക്കനാരി ചോദിച്ചു, ആർബാഞ്ചേരി തമ്പ്രാക്കളെ ഇവിടെ പോയി, വടി ഇവിടെ. അപ്പം അവർ പറഞ്ഞു, വടി നഷ്ടപ്പെട്ടു, ഗംഗയിൽ പോയി. അത്രയേ ഉള്ളൂ. ആയിക്കോട്ടെ. അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു കുളത്തിലോട്ട് ചെന്നു. പിന്നെ എൻ്റെ വടി ഇനി വന്നേക്കണം, എനിക്കിത് കുത്തി മാത്രമേ ഇതിനെ കൂടെ പോകാൻ പറ്റൂ. ആ വെള്ളത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ വടി പൊങ്ങി. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ, പരമഭക്തന്മാരായിട്ടുള്ള ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അന്തം വിട്ടുപോയി. ഇതെന്താണ് കാര്യം? പാക്കനാര് വടി കൊടുത്തു, നമ്മുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി. ആ വരുന്നു ഈ കൊച്ച് കുളത്തിൽ നിന്ന്. അവര് പാക്കനാരെ സാഷ്ടാംഗം താമസിച്ചു. അപ്പൊ ഈ കഥകളൊക്കെ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന കഥകളാണ്. ഭഗവാൻ അങ്ങനെ സഹനശക്തിയായിട്ട് ഈ നാടിൻ്റെ തുടിതാളമായിട്ട്, രാഗമാലികയായിട്ട്, പറയനായിട്ട്, പാണനായിട്ട്, തുടിയനായിട്ട് ഈ നാടിൻ്റെ ഐശ്വര്യമായിട്ട് നിലകൊള്ളുന്നു. അടുത്തതായി ശൂലധാരി ശങ്കര എന്നൊരു ഗാനം ആരംഭിക്കുന്നു.